രതീശ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച മധുരയിലുണ്ടായതാണ്. മധുരയിൽ വിജയുടെ ആരാധകരെ ബൗൺസർമാർ എടുത്തെറിയുന്ന എന്തൊരു മര്യാദകളാണ്. കഴിഞ്ഞ മാസം നടന്ന TVKയുടെ സംസ്ഥാന സമ്മേളനത്തിലെ ദൃശ്യങ്ങളാണ്. വലിയ നീളമുള്ള റാമ്പാണ്. പ്രസാദ് അതിലൂടെ നടന്നു വരികയായിരുന്നല്ലേ? നടന്നു വരുന്നതിനിടയിലാണ് ഒരു ആരാധകൻ, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനെ ബൗൺസർമാർ എറിഞ്ഞതിന് ശേഷം ഒരു ഖേദം, രതീഷ് നേരത്തെ പറഞ്ഞ ഒരു ഖേദപ്രകടനം നടത്തിയില്ല. ഒരു പാർട്ടിക്കാരനോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. വിജയടക്കം വന്ന് 10 പേർക്കെതിരെ കേസും എടുത്തിരുന്നു. അതിന് പിന്നെ കേസെടുക്കുന്നതിലേക്ക് നയിച്ചത് ഈ ഒരു ഖേദപ്രകടനം പോലും ഉണ്ടായില്ല. തനിക്ക് മാനസികമായി വലിയതുള്ള ബുദ്ധിമുട്ടുണ്ടായി, തനിക്ക് പരിക്കേറ്റുവെന്ന് ആ ചെറുപ്പക്കാരനും അമ്മയും കൂടെ അടുത്തൊരു ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് അങ്ങനെ ഒരു നേതാവ്, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാൻ പറ്റില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച നടൻ മാത്രമല്ല, ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ നേതാവാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്രയും 38 പേരുടെ മരണം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒളിച്ചോടിയിട്ട് ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. തനിക്ക് വലിയ ദുഃഖമുണ്ട്, എൻ്റെ ഹൃദയം നുറുങ്ങി, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഇതിൽ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാം? ഒരു വ്യാജ പ്രസ്താവനയായിട്ട് നമുക്ക് തോന്നാം. എന്നുവെച്ചാൽ ഇതിൽ ഒളിച്ച് അദ്ദേഹമാണ് ശരിക്കും ഈ ദുരന്തം ഉണ്ടാക്കിയത്. ബാക്കി എല്ലാ നേതാക്കന്മാരും ഈ ദുരന്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം ഒളിച്ചിരുന്നിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ട് തനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് ഈ വിജയ് എന്ന രാഷ്ട്രീയക്കാരനിൽ, അല്ലെങ്കിൽ വിജയ് എന്ന നടനിൽ എന്നാണ് ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യം ഉയരാനുള്ള കാരണം എത്രത്തോളം സുരക്ഷയുണ്ട് ഇത്രയും വലിയ ആൾക്കൂട്ടത്തിന് എന്ന ചോദ്യം നിരന്തരമായി സമയം എന്ന് പറയുന്നത് ഇപ്പോൾ സമയം 11:30 അടുക്കുകയാണ്. ഈ സമയത്താണ് വിജയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം വരുന്നത്. ഈ വാർത്ത നമ്മളെ തേടിയെത്തുന്നത് തന്നെ 8 മണിക്ക് ശേഷമാണ്. അത് 8:30 മണിക്ക് മുൻപാണ്. അതിനും എത്രയോ മുൻപ് ഈ സംഭവം അവിടെ നടന്നിട്ടുണ്ട്. അതായത് ഈ വിജയ് തന്നെ വെള്ളം വേണമോ എന്ന്, വെള്ളം കൊടുക്കൂ എന്ന് പറയുന്നിടത്ത് അപ്പോൾ മുതൽ തന്നെ ഈ പ്രശ്നം, അല്ലെങ്കിൽ ഈ ദുരന്തത്തിന്റെ ആദ്യ പടി അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. സമയം എത്ര മണിക്കൂറുകൾ മുന്നോട്ട് പോയി? 8:30, 9:30, 10:30 കടന്ന് 11:30, 4 മണിക്കൂർ വേണ്ടി വന്ന് വിജയ്ക്ക് തന്റെ ഫോണിലുള്ള എക്സിലൂടെ ഒരു പ്രതികരണം നടത്താൻ എന്നുള്ളതാണ്. എനിക്ക് താങ്ങാനാകുന്നില്ല എന്ന് പറയുന്ന വിജയ്ക്ക് അദ്ദേഹത്തിന് എക്സിലൂടെ ഒരു പ്രതികരണം നടത്താൻ അദ്ദേഹം സ്വന്തം ഫോൺ എടുത്ത്, ഒരു പക്ഷേ താങ്ങാനാകാത്ത മനുഷ്യൻ സ്വന്തം ഫോൺ എടുത്ത് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. വിജയിൻ്റെ ഒക്കെ എക്സൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ തരത്തിലെങ്കിലും ഒരു പ്രതികരണം വിജയ്ക്ക് നടത്താമായിരുന്നു. ഇതിപ്പോൾ ഇത്രയും സമയം കഴിഞ്ഞ വിജയ് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ ചോദ്യം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ ആ സമയത്താണ് വിജയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണമെങ്കിലും ഉണ്ടാകുന്നതെന്നാണ്. വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകാത്ത വേദനയാണ് ഞാൻ സഹിക്കുന്നത്, എന്നെനിക്ക് സഹിക്കാനാകുന്നില്ല എന്നുള്ള വിജയിയുടെ വൈകി വന്ന പ്രതികരണം.